ഹലോ, വെൽക്കം ടു കുക്ക് വിത്ത് ലാൽ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈദാണ് വരുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടൊരു മിൽക്ക് സീറ്റ് ആണ്, അതായത് മിൽക്ക് ബോളാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ അന്നൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കഴിക്കാം. ഒരു 5 മിനിറ്റ് മാത്രമായി നമുക്ക് ഉണ്ടാക്കാനായിട്ട്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ട നമ്മളൊരു 150 ഗ്രാം കോൺഫ്ലോർ എടുക്കണം. ഇതിനകത്തേക്ക് നമുക്കൊരു 50 ഗ്രാം എന്നല്ല, ആവശ്യത്തിന്. നിങ്ങൾക്കിപ്പോൾ മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇടാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇതിനകത്തേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. ഇതിനകത്തേക്ക് നമുക്ക് ഇനി പാല് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചാൽ പാലും പഞ്ചസാരൊക്കെ നമുക്കൊന്ന് അടപ്പത്ത് വയ്ക്കും. ഇത് ലോ ഫ്ലെയിമിൽ നമ്മൾക്ക് ഇതൊന്നും ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കാം കേട്ടോ. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ചൊരു സ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കും. നമുക്ക് കുറച്ച് കാഷ്യൂ ക്രഷ് ചെയ്തെടുക്കാം. നമുക്ക് ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് റൗണ്ട് ആക്കാം. അതേപോലെ ഒരു ബോൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ക്രഷ് ചെയ്ത കാഷ്യൂല് നമുക്ക് ജസ്റ്റ് ഒന്ന് മുക്കി കൊടുക്കും. സിമ്പിളാണ് കേട്ടോ. കാരണം വെച്ചാൽ 5 മിനിറ്റ് മാക്സിമം 5 മിനിറ്റിട്ട് നമുക്ക് ഈ സാധനം റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതിനൊക്കെ ഭക്ഷണം കഴിച്ചിരുന്നിട്ട് നമുക്ക് ഒരു ബോളൊക്കെ സിമ്പിളായിട്ട് ആക്കിയാൽ പിന്നെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം വെച്ചാൽ പാലാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ കാഷ്യൂല് മുക്കിയിട്ട് മാറ്റി വെക്കും. നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആണ്. നൈസാണ്. ഇതിനു മുമ്പ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, സോഫ്റ്റ് ആയിരുന്നു. മധുരം ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ മധുരം ഇട്ട് കൊടുക്കുക. അപ്പൊ എല്ലാവർക്കും 5 മിനിറ്റ് കൊണ്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. നിസ്സാര പൈസ മതി. അപ്പൊ എന്തായാലും ട്രൈ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും ബൈ.